വെച്ച് നമ്മ എന്താ മറ്റേ പോസ്റ്റാ ഞങ്ങൾ പോവുകയാണ് യാത്രയാവുകയാണ്. ഹായ്, അപ്പം നമ്മൾ ഇന്ന് ഓയിസ്റ്റർ ഒപ്പേരയിലേക്കാണ് പോകുന്നത്, പടന്നയിലേക്ക്. യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 3-ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ പിന്നെ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് തന്നത് ചെല്ലാൻ പൊള്ളിച്ചതാണ്. ടേസ്റ്റ് അത് തേങ്ങാപ്പാലിലാണ് കഴിക്കേണ്ടത്. തേങ്ങാപ്പാലില് മിക്സ് ആക്കിയിട്ട് കഴിക്കേണ്ടത്. മധുരമുണ്ട്, മിക്സിയിലിട്ട് അടിക്കുക, അടിപൊളിയുണ്ട്. ഒരു വെറൈറ്റി മിക്സിയിലിട്ട് അടിക്കാൻ പറ്റൂല, ദോശ പോലെയാണ് ഉള്ളത്. ദോശയാണ് ഏകദേശം കാണുമ്പോൾ നമുക്ക് ദോശ പോലെയാണുള്ളത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാല് നല്ല ടേസ്റ്റ് കേട്ടോ. ബീറ്ററിന്റെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടുണ്ടായിരുന്നു, പുട്ടും കടലക്കറിയും, പിന്നെ വെള്ളയപ്പം, സ്റ്റൂ, മുട്ട ഓംപ്ലേറ്റ്, ബ്രെഡും ജാമും, പിന്നെ നമുക്ക് കോഫിയും. ഇതായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു എല്ലാം. എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം നമുക്ക് ഒരു റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ആഴത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അടിപൊളിയാണ് എല്ലാം. ഇവിടെ സറൗണ്ടിങ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൻ ഡാൻസ് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്, എല്ലാം ഈ വണ്ടയിൽ നമുക്ക് നല്ലതാണ്. നമുക്ക് അടുത്ത് തന്നെയാണ്, ചെറുവത്തൂർ പടന്നയിലാണ്. അപ്പം ഇതിൻ്റെ വണ്ടീൻ്റെ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് അടുത്ത് തന്നെയാണ്. നല്ല രസമുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പം ഇതാണ് അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടേജ് വരുന്നത്. ഇതാണ് നമ്മളെ കോട്ടേജ്. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് വിശ്രമിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ റൂം കാണിച്ചു തരാം. അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നു? സ്വിമ്മിംഗ് പൂള് പോകുന്നുണ്ട്. അടുത്ത് പിന്നെ സ്വിമ്മിംഗ് പൂള്, പിന്നെ നമ്മളെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ റെയിൻ വാട്ടർ ഉണ്ട്, റെയിൻ ഡാൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി സ്ഥലം. വരുന്നു മോളെ. ഫസ്റ്റ് തന്നെ നമ്മൾ യാത്ര പോയത് നേരെ ബോട്ടിലേക്കായിരുന്നു. ഇവർ തന്നെ നമ്മളെ കൊണ്ടാക്കും. Thank you.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു. ഏതായാലും നമ്മൾ നനഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു റെയിൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയി റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡായിരുന്നു, വിഭവസമൃദ്ധമായിരുന്നു. നമുക്ക് കപ്പ, മീൻകറി, കൂന്തൽ, ചെമ്മീൻ, കരിമീൻ, പിന്നെ വേറെ പല വിഭവങ്ങളും ഉണ്ടായിരുന്നു. കൂന്തൽ ഫ്രൈ, കപ്പ, മീൻകറി, ചപ്പാത്തി. ഫസ്റ്റ് നമുക്ക് തന്നത് കപ്പയും മീൻ കറിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തന്നത് കൂന്തൽ തന്നായിരുന്നു, ചപ്പാത്തിയും ചിക്കനും എല്ലാം തന്നു. അതിന് ശേഷമാണ് നമുക്ക് സാധാരണ ഫുഡ് തന്നത്. ഇതാണ് ഫുഡ് വന്നത് നമുക്ക് എന്ന് വെച്ചാൽ ചോറുണ്ട്, സാമ്പാറുണ്ട്, പച്ചടി, കിച്ചടി, കരിമീൻ, പപ്പടം, ചിക്കൻ, എല്ലാം, പായസം, പിന്നെ മോര്, പിന്നെന്തുവാ രസം, ഇത്രയും സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. കൺഫ്യൂഷൻ ഏതാ തിന്നേണ്ടത്, കൺഫ്യൂഷൻ. കരിമീൻ കൊണ്ടാട്ടം പച്ചടി സ്പെഷ്യലാണ്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാരി കൊണ്ടുവന്നായിരുന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടി. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആദ്യമേ കയാക്കിങ്ങിന് ഇറങ്ങി. ഞാനും ജോസിയും 2 ആൾ തുഴയുന്നതാണ് എടുത്തത്. ബാക്കി അവരെല്ലാവരും കൂടി 5 ആളിൽ തുഴയുന്നതാണ് എടുത്തത്. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ലായിരുന്നല്ലോ, എങ്ങനെയാണ് തുഴയേണ്ടത്, എങ്ങോട്ടാണ് തുഴയേണ്ടത് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ നാക്ക് പഠിച്ചപ്പം കുറച്ചായിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ 2 ആളും കൂടി നാക്ക് പിടിച്ചു. എങ്ങനെയാണ് തിരിക്കേണ്ടത്, എങ്ങനെയാണ് വളക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ നമ്മളെല്ലായിടത്തും പോയി. പക്ഷേ ഇപ്രാവശ്യത്തെ യാത്ര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ 1 ഡേ ട്രിപ്പാണെങ്കിൽ നമ്മളെല്ലാം എൻജോയ് ചെയ്തു. നല്ലൊരു സ്ഥലം തന്നെയാണ്. പടന്നയിലുള്ള തെക്കേക്കാട് എന്ന സ്ഥലത്തുള്ള ഓയിസ്റ്റർ ഒപ്പേര സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം നമ്മളെ 1 ഡേ ടൂർ ഇവിടെ അവസാനിച്ചു ഗൈസ്.